ജോർജോസ് സാറ്, കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24-ലാണ് നാടിനെ നടുക്കിയ ആ കൊലപാതക പരമ്പര നടന്നത്. 5 പേരെയാണ് അന്ന് അഫാൻ കൊന്നുതള്ളിയത്. ആ അഫാൻ്റെ മനോനില എന്താണ് എന്ന് ഇനിയും പിടികിട്ടാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു 13-കാരിയെ ആസൂത്രണം ചെയ്ത കൊലപാതകം ചെയ്തിരിക്കുന്നത് 17 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പ്രതികളാണ്. കളിച്ചും പഠിച്ചും നടക്കേണ്ട ഈ ഒരു പ്രായത്തിൽ ഒരു കൊടും കുറ്റകൃത്യം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയത് കേരളത്തിൽ മുൻപ് കേട്ടിട്ടുണ്ടോ? സാർ ഒരുപാട് കേസുകൾ അന്വേഷിച്ചതാണല്ലോ. ഇങ്ങനൊരു കേസ് മുൻപിൽ വന്നിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് തോന്നി 13 വയസ്സുകാരി മെയിൻ കുറ്റവാളിയായിട്ട് വരുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം അതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മൈനറായ 16 വയസ്സിന് ശേഷമുള്ളവർ ക്രിമിനൽ മർഡർ ഇതുപോലെയൊക്കെ ചെയ്തതായിട്ട് ധാരാളം സംഭവങ്ങൾ അറിയാം, അന്വേഷിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ തന്നെയല്ല, ഇത്രയും വലിയൊരു മർഡർ പ്ലാൻ ചെയ്യാൻ 13 വയസ്സുകാരിക്ക് എങ്ങനെ കഴിഞ്ഞു? അവളുടെ ആ പ്ലാനിങ് അനുസരിച്ചാണ് 16, 17 വയസ്സുള്ള 3 കുട്ടികൾ പ്രവർത്തിച്ചത്. അപ്പോൾ അത് ഒരു കമാൻഡിങ് പവർ അവൾക്കുണ്ട്. ചിലപ്പോൾ മുതലേ ആ കുട്ടിയുടെ വളർച്ച നമ്മൾ പരിശോധിച്ചാൽ മാതാപിതാക്കളുടെ കെയറൊന്നും ആ കുട്ടിന് ലഭിച്ചിട്ടില്ല. അതൊരു വാഗബോണ്ടായിട്ട് അങ്ങ് വളർന്നങ്ങ് പോയി. സമൂഹത്തിൽ ചുറ്റുവട്ടത്തുള്ള ഇതേ പ്രായത്തിൽ ഇതേ രീതി അബാൻഡൻ്റായ കുട്ടികൾ ധാരാളം പേരുണ്ട്. അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർ വളർന്നത് മുഴുവൻ സിനിമ കണ്ടും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയും പിടിച്ചു, വാർത്തകളൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ അവരുടെ മൈൻഡ് ക്രമേണ ഒരു ക്രിമിനാലിറ്റിയായിട്ട് മാറി. 12-13 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമുക്കറിയാം, അവർക്ക് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി നമ്മളതിലും കൂടുതലാണ്. പെട്ടെന്ന് അവർ എല്ലാം കണ്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന കുട്ടികളാണ്. അതിന് ലീഡർഷിപ്പ് ഈ 13 വയസ്സുകാരിയാണ്. ഈ 17 വയസ്സുകാരുടെ മുകളിൽ അപ്പർ ഹാൻഡ് ആ കുട്ടിക്ക് ഉണ്ട് എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ക്രിമിനാലിറ്റി പോയ കുട്ടികളെ, ആ കുട്ടിയുടെ കുടുംബജീവിതം നോക്കിക്കോളൂ. അതിൻ്റെ അമ്മ ഈ കുട്ടിയെ പ്രസവിച്ച ശേഷം ഡൈവേഴ്സായി. അതിനുശേഷം അവർ മറ്റൊരാളെ കല്യാണം കഴിച്ചു. ആ ആൾ ആലപ്പുഴക്കാരനാണ്. അയാളുമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. അന്നേരം അയാൾക്ക് ഈ കുട്ടിയോട് താല്പര്യമില്ല, ഈ അമ്മയ്ക്ക് ആ കുട്ടിയോട് താല്പര്യമില്ല. കുട്ടി വളർന്നതും മുത്തച്ഛൻ്റെയും ബന്ധുക്കളുടെ ഇടയ്ക്കും പല പല വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ജീവിതത്തെപ്പറ്റി അല്ലെങ്കിൽ ക്രിമിനാലിറ്റി മാത്രമാണ് കൂടുതലും പഠിച്ചു പോയത്. ആരും ഉപദേശം കൊടുക്കാനില്ല, ഗൈഡ് ചെയ്യാനില്ല, ആരും സംരക്ഷിക്കുന്നില്ല. കുട്ടി തെറ്റ് കാണിക്കുമ്പോൾ അത് വിലക്കാൻ ആളില്ല. അതങ്ങ് തെറ്റായ രീതിയിൽ വളർന്ന് പന്തലിച്ചങ്ങ് പോയി 13 വയസ്സിൽ വലിയൊരു ക്രിമിനലിൻ്റെ മൈൻഡായി മാറിക്കഴിഞ്ഞു. അതാണ് ഇത്ര ക്രൂരമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ കൊല്ലുന്ന ആ പിക്ചർ അത് 17കാരന്മാർ ആ കുട്ടിയെ ഇട്ടുകൊടുത്തു. അത് കണ്ട് ആസ്വദിച്ചു. അവളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? കൊലപാതകം തന്നെയായിരുന്നു, ക്രൂരമായ കൊലപാതകം. അത് നടത്തിയതായിട്ട് ഉള്ള ദൃശ്യങ്ങൾ കണ്ടപ്പം അതിന് വലിയധികം സന്തോഷവും സായുജ്യവും അടഞ്ഞ പോലെയാണ്. അങ്ങനെയാണ് ആ ക്രിമിനൽ മൈൻഡ്. അതിന് ദുഃഖമില്ല ആ കുട്ടിക്ക്. കാരണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതൊന്നും പിടിക്കപ്പെടില്ല, ചെറിയ മനസ്സല്ലേ, പിടിക്കപ്പെടില്ല എന്നാണ്. സംസാരത്തിൽ തന്നെ കോൺട്രഡിക്ഷൻ കൊണ്ട് തന്നെയാണ് പോലീസിന് ആദ്യം പോലെ ഈ പെൺകുട്ടിയെ സംശയം തോന്നിയത്. ഏതായാലും ഇതുപോലുള്ള കുട്ടികൾ പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും ഇതുപോലെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ധാരാളം പേരുണ്ട്. അവരൊക്കെ ക്രിമിനാലിറ്റിയോട് പതുക്കെ പതുക്കെ സഞ്ചരിക്കും. അത് തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് അധികൃതർക്കും അവിടുത്തെ മെമ്പർമാർക്കും കുടുംബക്കാർക്കും ഓരോ ഗ്രാമത്തിൽ താമസിക്കുന്ന മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെയുള്ള കുട്ടികൾ വളർന്നു വരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അവരെ കട്ടയിൽ ചെയ്യണം, അവരെ ഉപദേശിക്കണം, അവരെ വരുതിക്ക് കൊണ്ടുവരണം, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം, അവർക്ക് ആ പേരൻ്റലായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമായി മാറണം നമ്മുടെ മലയാളക്കര. ഇവിടെ മുത്തശ്ശനോടുള്ള പക തീർക്കാനും സ്വന്തം ആഗ്രഹം നടപ്പിലാക്കാനുമാണ് മോഷണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത് എന്നാണ് ഈ 13കാരി പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അമിത നിയന്ത്രണം,
വിലക്കുകൾ, മുത്തശ്ശനെ കൊലപ്പെടുത്താൻ ഇതൊക്കെയാണ് കാരണമായത് എന്നാണ് ആ പെൺകുട്ടിയുടെ മൊഴി. ആഡംബര ജീവിതം എന്ന ആഗ്രഹം പൂർത്തീകരിക്കാനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. ഐഫോണും ബൈക്കും വാങ്ങാനായിരുന്നു മോഷണം എന്നൊക്കെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? അത് മുത്തച്ഛനോടുള്ള വൈരാഗ്യമല്ല, അത് കുട്ടികൾ ഒരു മോട്ടീവ് ഉണ്ടാക്കുന്നതാണ്. കാരണം ആ ക്രൂരമായ കൊലപാതകം നടത്തുന്ന ആരാണ്, എവിടെയാണ്? സ്വന്തം അമ്മയുടെ അപ്പൻ, വല്യപ്പൻ. അത് തന്നെയല്ല, വല്യപ്പന് പല കാര്യങ്ങളും കൊച്ചുകുട്ടികളാകുമ്പം വിലക്കും. അതൊക്കെ വീടിന് അകത്ത് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചിലപ്പോൾ അവർ ചെറുതായിട്ട് തല്ലുകയോ ഒക്കെ ചെയ്യും. കുട്ടികളുടെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. അവരെ ലാളന കൂടുതലുകൊണ്ടാണ് വല്യപ്പനും വല്യമ്മയും അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ കുട്ടികളെ ഇതുപോലെ ചിലപ്പം ചെറിയ അടികളൊക്കെ കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതൊക്കെ. പക്ഷേ അതൊരു വൈരാഗ്യമായിട്ട് നമ്മുടെ വീടുകളിലെ കുട്ടികൾ കണക്കാക്കുന്നില്ല. കാരണം അത് അവരെ വീട്ടിലെ അപ്പനും അമ്മയും അല്ലെ വല്യപ്പനും വല്യമ്മയും ഈ കുട്ടികളുടെ പിതാക്കന്മാരെയൊക്കെ അവർ ശകാരിക്കുന്നതും അവരെ വഴക്ക് പറയുന്നതൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞില്ല. കാരണം അപ്പനും അമ്മയും സ്ഥലത്തില്ല, അത് ഒറ്റയ്ക്ക് വളർന്നൊരു കുട്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ശകാരിക്കുന്നത് അവർക്ക് പെട്ടെന്ന് അരിശവും ദേഷ്യവും വരും, പക തോന്നും. ആ പക തോന്നുന്ന ഇതുപോലെ മാനസികമായി ക്രിമിനാലിറ്റി വളർന്ന കുട്ടിക്ക് ആ ഒരു വൈരാഗ്യം, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അത് സാധൂകരിക്കാനും ആ കുറ്റകൃത്യങ്ങൾ അത് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനഃപൂർവ്വം ഒരു കള്ളമുണ്ടാക്കി പറയാനും ഒക്കെ മിടുക്കരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ടാണ് ആ വല്യപ്പൻ ഇവരോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ഒരു ബാഡി ടച്ച് ഉള്ള ആ വൈരാഗ്യം കൊണ്ടാണ് കൊല്ലുന്നത്. വൈരാഗ്യം കൊണ്ടാണ് കൊന്നാൽ മതിയല്ലോ. എന്തിനാണ് വീട്ടിൽ അവിടുത്തെ സ്വർണ്ണം എടുത്തത്? ആ വീട്ടിൽ അവിടെ പോലീസ് പിടിക്കാതിരിക്കാൻ അവിടെ ഈ മുളക് പൊടി ചാർത്തിയത്? അതൊരു പ്രൊഫഷണൽ രീതി തന്നെയല്ലേ ആ ഓപ്പറേഷൻ. അപ്പോൾ അത് വൈരാഗ്യമല്ല. അത് അവർക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നല്ലതായിട്ട് പണം വേണം. അവർ വിചാരിക്കുന്ന പോലെ ഐഫോൺ ഒരെണ്ണം വാങ്ങണം. അത് ഈ 3 ആൺകുട്ടികൾക്ക് ഇവക്കും 3 പേർക്കും 4 പേർക്കും ഉപയോഗിക്കാമല്ലോ. വില കൂടിയ 1 ലക്ഷം രൂപയുടെ ഒരു ഐഫോണ്. പിന്നെ 2 വീലർ. അവർക്ക് ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വാഹനം വേണം. അപ്പോൾ ഇത് രണ്ടും നടക്കാനായിട്ട് വേറെ മാർഗവുമില്ല. അവർക്ക് പണം കൊടുക്കാൻ ആളില്ല, അതിനൊരു വശവുമില്ല. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനത്തെ ആഗ്രഹം വരുമ്പം ഇതുപോലുള്ള ക്രിമിനാലിറ്റിക്ക് പോയത് അതിശയിക്കാനില്ല. കാരണം ചിന്ത കുട്ടികളുടെ 4 പേരെ ആ രീതിയിലാണ്. ആരെ കൊന്നായാലും ശരി അവർക്ക് പണം വേണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത് നടപ്പാക്കി. അതൊരു പ്രൊഫഷണൽ രീതിയിൽ അവർ ഇതുവരെ സിനിമയിൽ നിന്നും, അതുപോലെ ആ സ്പൈഡർ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും, അതുപോലെ മറ്റ് പല സിനിമയിൽ നിന്നും, ടി വികളിൽ നിന്നും, ഇപ്പം അറിയാമല്ലോ ക്രിമിനാലിറ്റി അല്ലെ ക്രിമിനൽ ഭാഗത്തേക്ക് കൂടുതൽ സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഒരു സീൻസൊക്കെയാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത്. അത് കുട്ടികൾ പകർത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത്. അതുകൊണ്ട് അതുപോലെയുള്ള സിനിമകൾ ഇന്ത്യയിൽ പ്രോഹിബിറ്റ് ചെയ്യണം. കാരണം ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ അതേപടി സിനിമയിൽ കാണിക്കുകയാണ്. അത് ടി വിയിലും ഈ കുട്ടികൾ കാണുന്നു, സോഷ്യൽ മീഡിയയിലും അത് കാണുന്നു. അതേ രീതിയിൽ അവർ ജീവിതത്തിൽ പകർത്തുന്നു. അത് പിടിക്കപ്പെടില്ല എന്നൊക്കെ ഒരു ധാരണ. ലക്ഷറി ലൈഫിന് വേണ്ടി തന്നെയാണ് കുട്ടികൾ ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ടാണല്ലോ ആ വീട്ടിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി വിറ്റത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഒരു ലക്ഷറി ലൈഫിനെ എപ്പോഴും ആഗ്രഹിക്കുന്ന മൈൻഡുള്ളവരാണ്. സിനിമ കണ്ടെങ്കിലും അവർക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണണം, 2 വീലറിൽ കറങ്ങി നടക്കണം. അതൊക്കെ പ്രായപൂർത്തിയായി ചെയ്യുന്നവരാണ് എന്നിവർക്ക് ചിന്തയില്ല. 12, 13 വയസ്സുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ചിന്ത ഈ ഒരു ലക്ഷറി ലൈഫിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളാണ്. അത് മർഡർ ഫോർ ഗെയിന് വേണ്ടി തന്നെയാണ് ഈ കൊലപാതകം നടത്തുന്നത്. അത് സാധൂകരിക്കാൻ വേണ്ടി അവർ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ വല്യപ്പനെയും വല്യമ്മയൊക്കെ പഴി പറയും. ആ വൈരാഗ്യം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് തന്നെയല്ല, മൈനറായ കുട്ടികൾ കൊലപാതകം ചെയ്താൽ വലിയ പണിഷ്മെൻ്റ് ഒന്നും കിട്ടില്ല അതേപ്പറ്റി ഈ കുട്ടികൾ നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ട് ഇവരുടെ ഈ കൊലപാതകം നടത്തിയത് പണം ഉണ്ടാക്കാനും ലക്ഷറി ലൈഫിനും വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാറേ, ഇവിടെ ഈ കുറ്റം സമ്മതിക്കുമ്പോഴും ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലുമുള്ള കുറ്റബോധവും അലട്ടിയിരുന്നില്ല എന്നാണ് പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതിൻ്റെ ഒരു ഭാവഭേദവും ആ പെൺകുട്ടിക്കോ സുഹൃത്തുക്കളായ ആ 3 ആൺകുട്ടികളിലോ കാണാനുണ്ടായിരുന്നില്ല.
അപ്പോൾ മനസ്സ് ഇത്രമാത്രം ക്രിമിനാലിറ്റിയായി മാറിയത് എങ്ങനെയാണ്? ഈ കൊല നടത്തുന്നതിന് മുൻപ് ഇവർ മറ്റെന്തെങ്കിലും ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തു കാണുമോ? കാരണം ഈ ഈ മർഡറിൻ്റെ മോഡസ് ഓപ്പറാൻഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടാവും. ഇവർ താമസിച്ച കൊല്ലത്തെ പരവൂർ ആ വീടിൻ്റെ പരിസരത്ത് ഇവർ പോയ ബന്ധുക്കളുടെ വീടുകൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ മോഷണങ്ങൾ നടത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ മാത്രമേ ഇത്ര വലിയൊരു ക്രൈം സ്ട്രെയിറ്റ് അവേ ആയിട്ട് ഇവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചെറിയ ചെറിയ പെറ്റി തെഫ്റ്റുകൾ ധാരാളം ചെയ്തിട്ടുണ്ടാവും ഈ 4 പേര്. അവർക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് അവർ സിനിമ കാണുകയോ അല്ലെങ്കിൽ മറ്റൊരു ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ ഈ കുട്ടികളുടെ 4 പേരെയും ആ കൊല്ലം പരവൂരിലെ അവരുടെ ജീവിത കാലഘട്ടത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുശേഷമാണ് അതൊന്നും പിടിക്കപ്പെട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്നാണ് ഒരു ക്രിമിനൽ മനസ്സുണ്ടായി കൂടുതൽ നല്ല ക്രൈം ചെയ്താലും പിടിക്കപ്പെടില്ല. അവരുടെ ബുദ്ധി അവർ വിചാരിക്കുന്നത് മറ്റുള്ളവരെ എല്ലാവരെയും പറ്റിക്കാനുള്ള ബുദ്ധി ഇവർക്കുണ്ട്, അതിബുദ്ധിമാന്മാരാണ്, ഇതൊരിക്കലും പിടിക്കില്ല. നേരത്തെ അവർ ഇതിനകത്ത് ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചത് ആ സിനിമയിൽ നിന്ന് അവർക്ക് കിട്ടിയ ചില അറിവുകൾ വെച്ചിട്ട് അവരെ ആ വീടിൻ്റെ ഓടിളക്കിയിട്ട് അവിടുന്ന് വല്യപ്പൻ കിടന്നുറങ്ങുന്ന സ്ഥലത്തെ തലയിലൊരു കല്ലെടുത്തിടാനായിട്ടും അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് ഫെയിലിയറായി. കാരണം ഈ വീടിൻ്റെ ഓട് പൊളിച്ചിറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ തട്ടുള്ള വീടാണ്, അതുകൊണ്ട് ആ പരിപാടി നടക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ഇതിനു മുമ്പും പെറ്റി തെഫ്റ്റുകൾ ധാരാളം പരവൂർ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതി എന്തായാലും പോലീസ് നോക്കണം. ലക്ഷറി അവരുടെ ഡ്രസ്സുകൾ നോക്കണം, അവരുടെ സഞ്ചാരങ്ങൾ, അവർ കൂടുതൽ ഓട്ടോയിൽ സഞ്ചരിക്കുന്നു, അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എങ്ങനെ സംഘടിപ്പിച്ചു. 13 വയസ്സുകാരുടെ കയ്യിലൊരു മൊബൈലുണ്ട്, 17 വയസ്സിനകത്ത് പ്രായമുള്ളവരുടെ കയ്യിൽ എല്ലാവരുടെയും മൊബൈലുണ്ട്. അപ്പോൾ അതെങ്ങനെ ലഭിച്ചു? അതെവിടെയെങ്കിലും മോഷണം മുതലാണോ? ആരെങ്കിലും മോഷ്ടിച്ചോ ഇവർ കൈവശം വെച്ചിരിക്കുന്നതാണോ? വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തതാണോ? സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവരുടെ കയ്യിൽ മൊബൈലുണ്ട്. പിന്നെ ഈ 13 വയസ്സുകാരിയുടെ അമ്മയും അല്ലെങ്കിൽ വല്യമ്മയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പം കുട്ടി തന്നെയാണല്ലോ വീട്ടിൽ, വല്യപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടിയുടെ കയ്യിൽ അവർ ഫോൺ കൊടുത്തതാണോ? അതുപോലെ ഈ വല്യപ്പന് ഫോൺ ഉണ്ടാകാനുള്ള സാധ്യത അതേപ്പറ്റി എങ്ങും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആ ഭാഗം കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ കാണണം. അത് ഈ കുട്ടികൾ മോഷ്ടിച്ചുകൊണ്ട് പോയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഭാഗത്തേക്കും പോലീസിൻ്റെ ശ്രദ്ധ വരണം. കാരണം ഇവർ ആ മർഡർ ഇത്രയും ഗ്രാവിറ്റി കൂടി ഒരു മർഡർ ചെയ്ത് കഴിഞ്ഞപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ 13 വയസ്സിൻ്റെ കാര്യമല്ല, മൈനറായ കുട്ടികൾ അല്ലെങ്കിൽ ജസ്റ്റ് പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ നല്ല അഫാൻ്റെ കേസ് നമുക്കറിയാം, 5 പേരെ കൊന്ന കേസാണ്. അത് തന്നെയല്ല, അഫാൻ്റെ അതിൻ്റെ എന്തിനാണ് ആ ചെയ്തത്, അയാൾ എന്തിന് മാനസികമായി അങ്ങനെ ഒരു വിഭ്രാന്തി വന്നതിൻ്റെ കാരണം എന്ത്? അയാൾ ഡ്രഗ്സ് അടിക്കുന്നതായിട്ടൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ സാമ്പത്തികമായ ഒരു കുറ്റം ചെയ്യുന്നതിന് അയാൾക്ക് മടിയില്ല, പണം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വല്യമ്മയെ കൊന്ന സമയത്ത് അഫാനെ അവരുടെ മാല കൊന്നിട്ട് ആദ്യത്തെ മർഡർ ചെയ്തിട്ട് ആ മാല മോഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ മർഡർ ചെയ്യുമ്പം ഇതുപോലെയുള്ള ക്യാഷും ഗോൾഡും അഫാൻ്റെ പോലെ തന്നെ ഇവിടെയും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ 3 ചെറുപ്പക്കാരും 17 വയസ്സിനകത്ത് ഉള്ള കുട്ടികളും അവർ ആ വീട്ടിലെ സ്വർണ്ണങ്ങൾ മുഴുവൻ എടുത്തു. അവിടെ ക്യാഷ് ഉണ്ടായിരുന്നത് അതും എടുത്തിട്ടുണ്ടാവും. പക്ഷേ അവരൊരു പ്രൊഫഷണൽ ടച്ച് എന്ന് പറയുന്നത് ഇത് മറ്റുള്ള ആരുടെയെങ്കിലും പേരിലേക്ക് ഇത് ചാഞ്ഞു വെക്കാൻ, പ്രത്യേകിച്ച് ഈ 13 വയസ്സുള്ള കുട്ടിയുടെ മൊബൈലിനകത്ത് ഈ കൊല്ലുന്ന രംഗങ്ങളെല്ലാം അവർ ചിത്രീകരിച്ച് അയച്ചത് വലിയൊരു എവിഡൻസ് ആണ്. അല്ലെങ്കിൽ ഈ കുട്ടി കുറച്ചുകൂടെ ടഫായിട്ട് കുട്ടിയിലേക്ക് അന്വേഷണം വന്നില്ലെങ്കിൽ മിക്കവാറും ഇത് അൺഡിറ്റക്റ്റഡ് ആയിട്ടല്ല മറ്റാരിലേക്കൊക്കെ അന്വേഷണം ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉള്ളു. കാരണം അതിനകത്തൊരു പ്രൊഫഷണൽ ടച്ച് പോലീസ് കണ്ടിട്ടുണ്ടാവും, ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് വീടിനുള്ളിൽ പതിയായിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസ് നായി വന്നാൽ എങ്ങോട്ടും ഒരു ഡയറക്ഷൻ പോലീസിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിനകത്ത് മുളക് പൊടി വിതറിയിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ രീതി നമ്മൾ നോക്കിയാൽ ആ ബാത്റൂമിൻ്റെ അവിടുത്തെ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എക്സോസ്റ്റ് ഫാന് ഇട്ടിരുന്ന സ്ഥലം അതിലേക്കൂടിയാണ് ഇറങ്ങി വന്നത്. അതിനുശേഷം ഒരാൾ വീടിൻ്റെ അകവശം ആ
കാർന്നവർ തന്നെ അവിടെ മുറി പൂട്ടി കിടന്നതാണ് എന്ന് വരുത്തത്തക്ക രീതിയിൽ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട് 2 പേര് വെളിയിലിറങ്ങി നിന്നിട്ട് ഒരാൾ അകത്തുനിന്ന് കുറ്റിയിട്ട് അയാൾ ആ വെൻറ്റിലേഷൻ അവർ വന്ന വഴി ആ ബാത്റൂമിൻ്റെ ആ ഹോളിൽ കൂടെ തന്നെ അയാൾ ഇറങ്ങിപ്പോയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ കാരണം ഇതിനകത്ത് വലിയ ഗ്രാവിറ്റിയുള്ള അല്ലെങ്കിൽ വലിയ ക്രിമിനൽസ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ടച്ച് ഒരു സംഭവം ഇവിടെ ഉള്ളതുകൊണ്ട് കുട്ടികൾ വിചാരിച്ചു അന്വേഷണം അവരിൽ നിന്ന് മാറിപ്പോക്കോളും, ഒരു കാലത്തും അവരെ പിടിക്കപ്പെടില്ല. ആ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ സ്വർണ്ണങ്ങൾ അപ്പോൾ തന്നെ 16,000 രൂപയ്ക്ക് അവർ കരുവാറ്റയ്ക്കടുത്ത് അവർ കൊണ്ടുപോയി വിറ്റ് കളഞ്ഞു. കാരണം പണമാണ് ആവശ്യം. രാവിലെ തന്നെ പണം 16,000 രൂപ കയ്യിൽ വന്നു. അത് കുറച്ച് ഡിലേ വന്നിരുന്നെങ്കിൽ കുറേ പണം ഈ പെൺകുട്ടിയുടെയും കയ്യിൽ വന്നേനെ. അപ്പോൾ ആ കുട്ടിയുടെ മോട്ടീവ് വളരെ കൃത്യമായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ പെൺകുട്ടി ഈ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് വല്യപ്പനെ അവരെ മോശമായി അയാൾ പെരുമാറി എന്ന് പോലീസിന് കൊടുക്കുന്നത്. അത് വലിയ വലിയ കുറ്റവാളികൾ സാധാരണഗതിയിൽ അവർ ഒരു ഡിഫൻസ് ഉണ്ടാക്കും. അതേപോലെ ഒരു ഡിഫൻസ് ഈ 4 പേരും ഉണ്ടാക്കിയതാണ്. വല്യപ്പൻ്റെ കുഴപ്പം കൊണ്ടാണ് അയാൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാർ അതിനകത്ത് ഇടപെട്ട് അയാളെ കൊന്നു. പണം എടുക്കാതെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ചിന്തിച്ചേനെ. പക്ഷേ പണം കൊണ്ടുപോയി. ഓപ്പറേഷൻ രീതി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മനസ്സിലാകാത്തൊരു കാരണം ഇയാളെ വല്യപ്പനെ എന്തിനാണ് അവർ നേക്കഡായിട്ട് കിടത്തിയത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ചുറ്റും അവർ തുണിയിട്ട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നു. കാലിൽ 10-50 ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാനസികമായ അവസ്ഥ കൊണ്ടാണോ അങ്ങനെ വന്നത്? ഇയാൾ വല്യപ്പൻ ഒരു തരത്തിൽ എഴുന്നേറ്റ് വരാതിരിക്കാനാണോ? എന്തായാലും കുട്ടികളെല്ലാം ഒരു വീടുകളിലെ സംരക്ഷണമില്ലാതെ അവിടുത്തെ മാതാപിതാക്കളുടെ മക്കൾ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ രീതികളും അവരുടെ പരവൂരുള്ള ആ കൂട്ടുകെട്ടും എല്ലാം ആ ഭാഗത്ത് തീർച്ചയായിട്ടും അന്വേഷണം പോലീസ് നടത്തണം.